ഈ ഒരു വിഷ്വല് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കാം ആ പ്രായമുള്ള പാവം മനുഷ്യനെ ഏത് നാറിയാടാ എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്നതെന്ന്. പക്ഷെ ഈ വിഷ്വൽസിന്റെ ബാക്കിയും കൂടെ കണ്ടിട്ട് നിങ്ങൾ അത് തന്നെ പറയണം. புரியல தமிழ் இல்லையா? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയില്ല ആ നായിന്റെ മോനെ ആ നാറിയ അത്രയൊന്നും ചെയ്താ പോരായിരുന്നു എന്ന്? ഒരു മിണ്ടാപ്രാണി, ഒരു പട്ടിയെ തരം കിട്ടിയപ്പോൾ അവൻ കാണിച്ച പരിപാടി എന്താന്ന്? ആ ഒരു സമയത്ത് അതുവഴി ഒരു കൊച്ചു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ, ഇവന്മാർക്ക് ജെൻഡർ ഒരു വിഷയമേ അല്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇവന്മാരെയൊക്കെ രണ്ട് തട്ടും തട്ടി ജയിലിൽ കൊണ്ടിട്ട് 4 നേരം ആഹാരം കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മിനിമം 2 കൈയും 2 കാലും തല്ലിയൊടിച്ച് കിടപ്പിലാക്കി ഒരിക്കലും എഴുന്നേക്കാത്ത രീതിയിലാക്കാൻ പറ്റൂ? അതെങ്കിലും ഈ നാറികൾക്ക് ചെയ്ത് കൊടുക്കണം. അയാളോട് ചോദിച്ചപ്പോ അയാൾ പറയുന്നു അയാൾ തമിഴനല്ല എന്ന്. ഇനിയിപ്പോ തമിഴൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ തെലുങ്കൻ ആയിക്കോട്ടെ, ഏത് പറയനും തൊലിയനും ആയിക്കോട്ടെ, അവനെ അവിടെ പിടിച്ച് കെട്ടിയിട്ട് അടിച്ച് അവന്റെ സാമാനത്തിൽ മുള്ളുമുരിക്ക് കയറ്റിയായിരുന്നെങ്കിലുണ്ടല്ലോ, ഇവൻ പിടിച്ച പട്ടിയത് പാവം പട്ടിയായിപ്പോ. ഇവലെ പേപ്പട്ടിയായിരുന്നെങ്കിൽ ഇവന്റെ സാമാനം പിടിച്ച് കടിച്ച് പറിച്ചാനെ. സത്യമായിട്ടും ഞാൻ വല്ലതും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഇവന്റെ മൂലമറ്റ തമിട്ട് വെച്ച് പൊട്ടിച്ച് പണ്ടാര വടക്കിയാനെ. ഇതിനൊക്കെ മാനസിക വൈകല്യമാണെന്നും പറഞ്ഞുകൊണ്ട് ആരും വരില്ല കേട്ടോ. ഞാൻ ഇനി അങ്ങനെയൊന്നും കാണത്തൊന്നുമില്ല. നല്ല അടിയിടിയും കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പല നാറികളും നമ്മുടെ നാട്ടിലുണ്ട്. കണ്ടിച്ചു കളയണം.